നമസ്കാരം. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. മനോഹരമായി അലങ്കരിച്ച ഒരു കല്യാണ മണ്ഡപം. ചുറ്റും കുടുംബാംഗങ്ങൾ, സംഗീതം, ഡാൻസ്, ചിരി, നല്ല ഭക്ഷണം എല്ലാമുണ്ട്. എന്നാൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു സംശയം. ഞാൻ ഈ വിവാഹത്തിന് ശരിക്കും തയ്യാറാണോ? ഇതപ്പോൾ ഉണ്ടാവേണ്ട ഒരു ചോദ്യമല്ല എന്ന് നമുക്കറിയാം. കാരണം ഒരു വിവാഹത്തിൻ്റെ വേളയിൽ അതിനൊരുങ്ങുന്ന സമയത്ത് മിക്കവാറും നമ്മളതിൻ്റെ വസ്ത്രങ്ങളെക്കുറിച്ചും വിവാഹവേദിയെക്കുറിച്ചും അതിഥികളുടെ ലിസ്റ്റിനെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും പാട്ടിനെക്കുറിച്ചും ആഘോഷത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിക്കും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനെക്കുറിച്ച് പലപ്പോഴും വേണ്ടത്ര സംസാരിക്കാറുണ്ടോ? ആ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ടോ എന്ന് നമ്മൾ ഇന്ന് പരിശോധിക്കുകയാണ്. നമ്മൾ ആ ദാമ്പത്യത്തെക്കുറിച്ച്, ആരംഭിക്കാൻ പോകുന്ന വിവാഹത്തെക്കുറിച്ച് എന്തുമാത്രം സംസാരിക്കുന്നുണ്ട്? ഒരാളോട് സമ്മതം എന്ന് പറയുന്നതിന് മുൻപും ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധത്തിലേക്ക് കടക്കുന്നതിന് മുൻപും നിങ്ങളുടെ പങ്കാളിയോട് നിർബന്ധമായും ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അത്തരത്തിലുള്ള 8 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അവ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം, വിവാഹിതരാകാൻ പോകുന്ന പങ്കാളികൾ തമ്മിൽ പരസ്പരം ചോദിക്കേണ്ടത് ഇതാണ്: നമ്മൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? ചോദ്യം വളരെ ലളിതമായിട്ട് തോന്നാം. കേരളത്തിൽ പലരും ഇപ്പോഴും പ്രായമായി, അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ വീട്ടുകാർ നിർബന്ധിക്കുന്നു തുടങ്ങിയ കാരണം കൊണ്ട് വിവാഹം കഴിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. നമ്മൾ എന്തിനാണ് ഒന്നിക്കുന്നത്? ഇത് സ്നേഹം കൊണ്ടാണോ? അല്ലെങ്കിൽ സമ്മർദ്ദം കൊണ്ടാണോ? അല്ലെങ്കിൽ തനിച്ചാകുമെന്നുള്ളൊരു ഭയം കൊണ്ടാണോ? അല്ലെങ്കിൽ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടാണോ? നിങ്ങളുടെ കാരണം എന്താണെന്നുള്ളത് നിങ്ങളുടെ സന്തോഷകരമായ ദാമ്പത്യത്തെയും അതുപോലെ തന്നെ നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തെയും സ്വാധീനിക്കാൻ പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ചോദ്യം ചോദിക്കുകയും ദമ്പതികൾ തമ്മിൽ അതിൻ്റെ ഒരു ഉത്തരം കണ്ടെത്തുകയും ചെയ്താൽ അത് അവരുടെ മുൻപോട്ടുള്ള പ്രയാണത്തെ സുഗമമാക്കി മാറ്റും. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പരസ്പരം നല്ല ചേർച്ചയാണെന്ന് വീട്ടുകാർ തീരുമാനിച്ചതുകൊണ്ട് മാത്രം വിവാഹം കഴിച്ച ഒരു ദമ്പതികളെ എനിക്കറിയാം. അവർ 2 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവർക്ക് പൊതുവായിട്ട് ഒന്നുമില്ല. അവരിങ്ങനെ 2 മനുഷ്യക്കോലങ്ങൾ ഒരുമിച്ച് ഒരു മുറിക്കുള്ളിൽ താമസിച്ചു പോകുന്നു. അത് പിന്നീട് ഡിവോഴ്സിലേക്ക് എത്തുകയുണ്ടായി. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. അപ്പം അതുകൊണ്ട് എന്തിനാണ് നമ്മൾ പരസ്പരം വിവാഹിതരാകുന്നത് എന്ന് ഈ വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് ഓരോ ദമ്പതികളും ചോദിക്കാൻ തയ്യാറായാൽ അവർക്ക് അവരുടേതായ ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. അത് അവരുടെ ദാമ്പത്യത്തിൻ്റെ അടിത്തറയായിട്ട് മാറുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ ചോദ്യം എന്നുള്ളത് ഇതാണ്: വിശ്വസ്തത എന്ന വാക്കുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചിലർക്ക് വിശ്വസ്തത എന്നാൽ എതിർ ലിംഗത്തിൽപ്പെട്ട ആരുമായിട്ട് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതായിരിക്കും. മറ്റു ചിലർക്ക് അത് ശാരീരികമായിട്ട് അകലെയാണെങ്കിലും വൈകാരികമായിട്ട് എപ്പോഴും ഒരുമിച്ചുണ്ടാവുക എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോട് മാത്രമായിരിക്കണം താല്പര്യം, മറ്റൊരാളോടും പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാവാനായിട്ട് പാടില്ല എന്നുള്ളതായിരിക്കും. അതെന്തെങ്കിലും ആവട്ടെ, നിങ്ങളുടെ വിശ്വസ്തതയുടെ ഡെഫിനിഷൻ നിങ്ങളുടെ പരസ്പരമുള്ള സംഭാഷണത്തിലൂടെ നിങ്ങൾ വെളിപ്പെടുത്തുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് സഹായകമായിട്ട് തീരും. അതുകൊണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് തീർച്ചയായിട്ടും സംസാരിക്കുക. എന്താണ് ലോയൽറ്റി? വാട്ട് ഈസ് യുവർ ഡെഫിനിഷൻ അബൌട്ട് ലോയൽറ്റി? ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് പോകുന്നത്? എല്ലാ ദമ്പതികൾക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. കാരണം നമ്മൾ മനുഷ്യരാണ്, യന്ത്രങ്ങളല്ല. എന്നാൽ അതെങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലർ ഉള്ളിലേക്ക് ഇങ്ങനെ ഒതുങ്ങിക്കൂടും, ചിലർ പൊട്ടിത്തെറിക്കും, മറ്റു ചിലർ മിണ്ടാതിരുന്ന് പ്രതിഷേധിക്കും, ചിലർ ഇത് എൻ്റെ വിധി എന്ന് പറഞ്ഞ് ശപിച്ചുകൊണ്ട് ജീവിക്കും. ഇത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ പലപ്പോഴും സാധാരണമായിട്ട് കാണുന്ന കാര്യമാണ്. ആരോഗ്യകരമായ രീതിയിൽ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, അതിനുള്ള വഴികൾ നമ്മൾ മുൻപേ തയ്യാറാക്കിയാൽ നമ്മുടെ ജീവിതത്തെ അതൊത്തിരി സഹായിക്കും. എൻ്റെ ഒരു സുഹൃത്ത് വിവാഹത്തിന് മുൻപ് ഭാര്യയുമായിട്ട് ഇക്കാര്യം സംസാരിച്ചിരുന്നതേയില്ല. ബഹളം വെച്ച് സംസാരിക്കുന്ന ഒരു കുടുംബത്തിലാണ് അവൾ വളർന്നത്. എന്നാൽ ഭർത്താവാകട്ടെ നിശബ്ദത ഒരു ശിക്ഷാരീതിയായി കണ്ടിരുന്ന ഒരു വീട്ടിലാണ്
അവൻ വളർന്നത്. അപ്പോൾ ഭാര്യ ഇങ്ങനെ ഒച്ചയെടുത്ത് സംസാരിക്കും, ഇവൻ ഒരക്ഷരവും മിണ്ടില്ല. അപ്പോൾ ഭാര്യ ചിന്തിക്കുന്നത് ഇയാൾക്ക് ഈ വിഷയത്തിൽ ഒരു താല്പര്യവുമില്ല, ഞാനീ പറയുന്നൊരു വിഷയം അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമേ അല്ല. ഇയാൾ ചിന്തിക്കുന്നത് നേരെ തിരിച്ചുമാണ് ചിന്തിക്കുന്നത്, ഇവളെന്തിനാണ് ഇത്രയും ഒച്ച വെച്ച് സംസാരിക്കുന്നത്, എന്നോടൊരു ബഹുമാനവുമില്ലല്ലോ. ഇത് പിന്നീട് വളർന്ന് അവരുടെ ബന്ധത്തിൽ ഒരു വലിയ വിള്ളലായിട്ട് മാറി അതൊടുവിൽ ഡിവോഴ്സിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്, പക്ഷേ അതിനെ പരിഹരിക്കാൻ എങ്ങനെ കഴിയുമെന്ന് മുൻപേ പദ്ധതികൾ തയ്യാറാക്കുക, അല്ലെങ്കിൽ അതിന് സാധിക്കുമോ എന്ന് തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നാലാമത്തെ ചോദ്യം ഇതാണ്: പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? ഈ യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ പലപ്പോഴും വിവാഹ ബന്ധങ്ങളെ തകർക്കാറുണ്ട്. വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങൾ ആരാണ് കൈകാര്യം ചെയ്യുക? നിങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്താണ് ചെയ്യുക? ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി സംസാരിക്കുന്നത് ഭാവിയിലെ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. ഭാര്യ ഭർത്താവ് അറിയാതെ സ്വന്തം കുടുംബത്തിലേക്ക് പണം അയച്ചുകൊണ്ടിരുന്ന ഒരു ദമ്പതികളെ എനിക്കറിയാം. അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതാണ്, കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഭർത്താവ് അറിഞ്ഞത് ഈ ഭാര്യയുടെ പണം അവരുടെ വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളത്. അത് കൊടുക്കുന്നതുകൊണ്ട് അയാൾക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല, പക്ഷേ ഇയാൾ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇവരുടെ ബഡ്ജറ്റിങ്ങും ഫൈനാൻഷ്യൽ സിറ്റുവേഷനൊക്കെ മോശമായപ്പോഴാണ് ഈ ഒരു പ്രശ്നം അയാൾ തിരിച്ചറിയുന്നത്. അപ്പോൾ അത് അവരുടെ ട്രസ്റ്റിനെ അത് ബാധിച്ചു. അത് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി. പിന്നീട് ആ കുടുംബത്തിൽ തീർക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടാവുകയും ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തതും എനിക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ഈ ഒരു സുതാര്യത, സാമ്പത്തിക സുതാര്യത ബന്ധങ്ങളുടെ ഊഷ്മളതയ്ക്ക് അതിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിലേ തന്നെ ഒരു സീരിയസ് ആയ റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ ഈ സാമ്പത്തിക വിഷയങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് തിരിച്ചറിയണം. ഇനി നമ്മൾ ചോദിക്കേണ്ട അഞ്ചാമത്തെ ഒരു ചോദ്യം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങൾ എത്രത്തോളം ഇടപെടാൻ നമ്മൾ അനുവദിക്കും? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിലെ വിവാഹം എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ തമ്മിലല്ല, അത് കുടുംബങ്ങൾ തമ്മിലാണ്. അപ്പോൾ അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. കാരണം അതിൽ കുറേ നല്ല വശങ്ങളുണ്ട്, എന്നാൽ കുറേ മോശം വശങ്ങളുമുണ്ട്. പണ്ടൊക്കെ ഈ കുടുംബങ്ങൾ തമ്മിൽ ചേരുന്നത് എളുപ്പമായിരുന്നു, പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി മാറ്റങ്ങളുടെ ലോകത്താണ് നമ്മളുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചോദിക്കേണ്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ: നിങ്ങൾ വിവാഹശേഷം മാതാപിതാക്കളോടൊപ്പം താമസിക്കാൻ ആണോ ഉദ്ദേശിക്കുന്നത് എന്ന് സ്ത്രീകൾ തീർച്ചയായിട്ടും പുരുഷന്മാരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ അതിനോടൊത്തു പോകാനായിട്ട് സാധിക്കുമോ എന്ന് ഈ സ്ത്രീയും തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. ഇനി എപ്പോഴൊക്കെയാണ് നിങ്ങൾ പങ്കാളികളുടെ വീട്ടിൽ, അതായത് സ്ത്രീയുടെ വീട്ടിൽ പുരുഷൻ പോവുക, എപ്പോഴൊക്കെ എനിക്ക് പോകാനായിട്ട് കഴിയും? അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ തമ്മിലൊരു പ്രശ്നമുണ്ടായാൽ ആരുടെ പക്ഷത്തായിരിക്കും നിങ്ങൾ നിൽക്കുക? അതിരുകൾ എവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്? ബൗണ്ടറികൾ എങ്ങനെ ആയിരിക്കണം? ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നേരത്തെ തന്നെ സംസാരിക്കുന്നത് ഈ ബന്ധത്തിൽ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാനായിട്ട് നല്ലതാണ്. ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭർത്താവിൻ്റെ വീട്ടിലെ എല്ലാവർക്കും ദിവസവും ഭക്ഷണം ഉണ്ടാക്കേണ്ടത് തൻ്റെ ചുമതലയാണെന്ന് ഒരു ഭാര്യ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ പാചകം ചെയ്യുക എന്നുള്ളത് ഈ ഭർത്താവ് വളരെ നാച്ചുറലായിട്ട് പ്രതീക്ഷിച്ചൊരു കാര്യമാണ്. ആ വിഷയത്തെക്കുറിച്ച് ഒരിക്കലും അവർ തമ്മിൽ സംസാരിച്ചിരുന്നില്ല. പക്ഷേ ഇതറിയാതെ ഈ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്ന ഈ പെൺകുട്ടിയുടെ അനുഭവം അത് വളരെ ഷോക്കിംഗ് ആയിരുന്നു. അവൾക്കത് അംഗീകരിക്കാനായിട്ട് സാധിച്ചില്ല. ഒരു വലിയ കൂട്ടുകുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമായിരുന്നു ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം. ചിലർക്കത് എളുപ്പമായിരിക്കാം, പക്ഷേ ആ പെൺകുട്ടിക്ക് അത് വിഷമമായിരുന്നു. ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനായിട്ട് ഈ കുടുംബവുമായിട്ടുള്ള ഇടപെടലിനെ കുറിച്ചും നമ്മുടെ ജീവിതത്തിലുള്ള റോളിനെ കുറിച്ചും മുൻകൂട്ടി സംസാരിക്കുന്നതും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇനി ആറാമത്തെ ചോദ്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്: നമുക്ക് കുട്ടികൾ വേണോ? കുട്ടികൾ വേണമെങ്കിൽ അവരെ എങ്ങനെയാണ് നമ്മൾ വളർത്താൻ പോകുന്നത്? ചിലർ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ചിലപ്പം കുറച്ചു കാലം അവർ കാത്തിരുന്ന് പതുക്കെ അത് കുട്ടികളുണ്ടായാൽ മതിയെന്ന് അവർ തീരുമാനിക്കുന്നു. അപ്പോൾ ചിലർ കുട്ടികൾ വേണ്ട എന്നും തീരുമാനിക്കാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ഈ വിഷയങ്ങൾ മുൻകൂട്ടി സംസാരിക്കുന്നത് വിവാഹത്തിന് മുൻപ് അല്ലെങ്കിൽ ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുൻപ് സംസാരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കുട്ടികൾ വേണമെങ്കിൽ തന്നെ അവരെ വളർത്തുന്ന രീതികളെക്കുറിച്ച്, അവരെ എങ്ങനെയാണ്, പരമ്പരാഗത രീതിയിലാണോ, വിശ്വാസത്തിലാണോ, അല്ലെങ്കിൽ ആധുനിക രീതിയിലാണോ, അല്ലെങ്കിൽ കർശനമായ രീതിയിലാണോ, ഏത് രീതിയിലാണ് നമ്മൾ കുട്ടിയെ വളർത്താൻ പോകുന്നത്. അപ്പം ഒരാൾ ചിലപ്പോൾ സ്വാതന്ത്ര്യം നൽകി വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു പാരൻ്റ് ആണെങ്കിൽ മറ്റേയാൾ അത് വളരെ ട്രഡീഷണലായി ചിട്ടയോടെ വളർത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു നേരത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് ഈ പാർട്ട്ണറുമായിട്ടൊരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് വരുന്നതിന് മുൻപ് അത് നിശ്ചയപ്പെടുത്താൻ കഴിഞ്ഞാൽ ആ ഭാവിയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ ഒഴിവാക്കാനായിട്ട് അത് നല്ലതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചോദ്യവും ചോദിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഏഴാമത്തെ ചോദ്യം എന്നുള്ളത് നമ്മുടെ സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ നമ്മുടെ സമൂഹ ജീവിതത്തോടുമുള്ള ബൗണ്ടറീസ് എന്തൊക്കെയാണ്, അതിരുകൾ എന്തൊക്കെയാണ്. അപ്പം ഒരുപക്ഷെ പെൺകുട്ടിക്ക് ചോദിക്കാവുന്നൊരു ചോദ്യം ഇതാണ്: നിങ്ങളുടെ വിവാഹശേഷം നിങ്ങൾ പഴയതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം രാത്രി സമയങ്ങളൊക്കെ ചിലവഴിക്കാനായിട്ട് പോകുമോ? എങ്ങനെയായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ? മറ്റുള്ള അല്ലെങ്കിൽ എതിർ ലിംഗത്തിൽപ്പെട്ട മറ്റു സ്ത്രീകളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതൊക്കെ ആ പെൺകുട്ടിക്ക് അതൊരു വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഈ രാത്രി വൈകിയുള്ള കറക്കങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ കൂട്ടുകാരൊന്നിച്ചുള്ള ട്രിപ്പുകളെക്കുറിച്ചുമൊക്കെയുള്ള അഭിപ്രായങ്ങൾ അറിയുന്നത് ഭാവിയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. ചില സ്ത്രീകൾക്ക് അങ്ങനെ കൂട്ടുകാരുമൊത്ത് സമയം ചിലവഴിക്കുന്നത് ഇഷ്ടമായിരിക്കാം. ഈ സ്ത്രീകൾക്കും അതുപോലെ കൂട്ടുകാരുണ്ടായിരിക്കാം. അങ്ങനെ പോകുന്നത് അവർക്കും താല്പര്യമായിരിക്കും. ഇതൊക്കെ തുറന്ന് സംസാരിക്കുമ്പോഴാണ് ഭാവിയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കി നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു കുടുംബജീവിതം ആരംഭിക്കാനായിട്ട് കഴിയുക. ഇനിയും എട്ടാമത്തെ ഒരു ചോദ്യം, അത് വളരെ സിമ്പിളായിട്ട് തോന്നാവുന്നൊരു ചോദ്യമാണ്: നല്ല ദാമ്പത്യം എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? അപ്പോൾ ഒരു യാഥാർത്ഥ്യബോധത്തോടെ നമുക്ക് ആ ചോദ്യത്തെ സമീപിക്കാൻ കഴിഞ്ഞാൽ, ചിലരെ സംബന്ധിച്ചിടത്തോളം നല്ല ദാമ്പത്യം എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതായിരിക്കും. മറ്റു ചിലർക്ക് അത് പരസ്പരം സ്നേഹിച്ചും പ്രോത്സാഹിപ്പിച്ചും സന്തോഷത്തോടെ ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഒരു വിജയകരമായ ഒരു ദാമ്പത്യം എങ്ങനെ ആയിരിക്കണമെന്ന് ഈ രണ്ടു പേർക്കും ഒരു വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് ഉള്ളതെങ്കിൽ അത് പരസ്പരം സംസാരിച്ച് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഉത്തരം ഉണ്ടാവേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു ചോദ്യവും ഒരു വിവാഹ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നതിന് മുൻപ് ദമ്പതികൾ ചോദിച്ചാൽ അത് അവരുടെ ബന്ധങ്ങളെ ഊഷ്മളമാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരുമിച്ച് ചേരൽ, ഒരു കുടുംബ ബന്ധത്തിൻ്റെ ആരംഭം എന്നുള്ളത് സ്നേഹത്തെക്കുറിച്ച് മാത്രമല്ല, അത് പരസ്പര ധാരണയെക്കുറിച്ച് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 8 ചോദ്യങ്ങൾ വളരെ ചിട്ടയോടെ ഈ 8 ചോദ്യങ്ങളും ചോദിച്ച് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം 2 പാർട്ട്നേഴ്സിൽ നിന്നും ലഭിച്ചാൽ ഭാവിയിലുണ്ടാകാവുന്ന വർഷങ്ങൾ നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള വേദനകളിൽ നിന്നും ഫൈറ്റുകളിൽ നിന്നുമൊക്കെ നമുക്ക് രക്ഷ നൽകാനായിട്ട് കാരണമായിട്ട് വരാം. അപ്പം അതുകൊണ്ട് ഈ ഒരു സംഭാഷണം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിലുള്ള വിവാഹിതരാകാൻ പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ കുടുംബക്കാർക്കോ ഒക്കെ പങ്കുവയ്ക്കുക. ഈ വിഷയം അവരോട് സംസാരിക്കാനായിട്ട് ആവശ്യപ്പെടുക ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നതിന് മുൻപ്. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റൊരു വീഡിയോ കാണാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വീണ്ടും കാണാം.